നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. ദേശീയപാത 66-ൽ മേൽപ്പാലം സ്ലാബ് അപ്രോച്ച് റോഡിലേക്ക് നിലംപതിച്ചു. ഒഴിവായത് വൻ അപകടം. ക്ഷുദ്രജീവികളായ 2 കാട്ടുപന്നികളെ സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം വെടിവെച്ചു കൊന്ന് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ ചെറിയ കനാൽ കമാൻഡോ മുഖം സമീപം സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം CC മുകുന്ദൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. തൊടത്ര വീട്ടിൽ ജിബിന്റെ വീട്ടിൽ പട്ടിയെ വളർത്തുന്നുണ്ട്. പട്ടി പൂച്ചയെ കണ്ടാൽ കുരച്ച് ചാടി വരും എന്നതിനാൽ പ്രതിയോട് പൂച്ചയെ കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ വീടിന് സമീപത്തെ വഴിയിൽ വെച്ച് കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തിരുന്നു. ഈ കേസിലെ പ്രതിയായ കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാര സ്വദേശി നീലങ്കാവിൽ വീട്ടിൽ സെബാൻ എന്ന് വിളിക്കുന്ന 41 വയസ്സുള്ള സെബാസ്റ്റ്യൻ എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സെബാസ്റ്റ്യൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 അടിപിടി കേസിലും ലഹരിക്ക് അടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത 3 കേസുകളിലും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ദേശീയപാത 66-ൽ മേൽപ്പാലം സ്ലാബ് അപ്രോച്ച് റോഡിലേക്ക് നിലംപതിച്ചു. ഒഴിവായത് വൻ അപകടം. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. മന്ദലാംകുന്ന് ബദർപള്ളിക്ക് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം. അപ്രോച്ച് റോഡിന്റെ വലതുവശത്തെ സ്ലാബ് പണി നടക്കുന്നതിനിടെ സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡാണിത്. ബൈക്ക് കടന്നുപോയ ഉടനെയാണ് സ്ലാബ് വീണത്. ബൈക്ക് യാത്രികർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പിന്നീട് സ്ലാബ് മാറ്റിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് ദേശീയപാതയിൽ പണികൾ നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ ഇടക്കഴിയൂരിൽ സമാനമായ രീതിയിൽ സ്ലാബ് വീണിരുന്നു. ക്ഷുദ്രജീവികളായ 2 കാട്ടുപന്നികളെ സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം വെടിവെച്ചു കൊന്ന് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. കണ്ണംകുഴിയിലെ കർഷകർക്ക് സ്ഥിരം ശല്യക്കാരായ 2 പന്നികളെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ചു കൊന്നത്. ഷൂട്ടർ ടിന്നയുടെ നേതൃത്വത്തിലാണ് പന്നികളെ വെടിവെച്ചത്. പിന്നീട് ഇവയുടെ ജഡം മറവു ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റിനെ ഓണററി വൈൽഡ് ലൈഫ് വാർഡനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയമം നമ്മൾ അതിരപ്പള്ളി പഞ്ചായത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിരപ്പള്ളി പഞ്ചായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിജുവേട്ടനും സതീഷേട്ടനും ഒക്കെ ചേർന്ന് നടപ്പിലാക്കുന്ന കൃഷി രീതിയിൽ ഒരു മാസക്കാലമായിട്ട് കപ്പത്തോട്ടത്തിൽ പന്നിയുടെ കൂട്ടവിളയായിട്ടായിരുന്നു. അപ്പോൾ നിരന്തരം നമ്മൾ ഈ കൃഷിക്കാരുടെ ആവശ്യം നമ്മുടെ മുന്നിൽ വരികയും അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പന്നീനെ മാർക്ക് ചെയ്യും, പന്നീനെ കൊല്ലുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചു, സർക്കാർ ഉത്തരവിറക്കി. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 പന്നീനെ ഇന്നലെ വെടിവെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പരാതിയുള്ള ആൾക്കാരൊക്കെ പഞ്ചായത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കൃഷിത്തോട്ടത്തിൽ ഇത്തരം ആക്രമണം ഉണ്ടെങ്കിൽ അവരെ നമുക്ക് വേട്ടയാടാന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ പിന്നിൽ നമ്മുടെ പ്രവർത്തിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ലൈസൻസ് ഉള്ള ആള് ടിമ്മിച്ചേട്ടനാണ്. ഇന്നലെ ഏകദേശം 11 മണിയോടുകൂടി രാത്രി നമുക്ക് ഈ അറ്റംപ്റ്റ് എത്ര അറ്റംപ്റ്റ് എടുത്തു? 3 അറ്റംപ്റ്റിൽ ഒരെണ്ണം ഫെയിലായി. 2 പന്നീനെ നമുക്ക് കൊല്ലാൻ സാധിച്ചിട്ടുണ്ട്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ ചെറിയ കനാൽ കമാൻഡോ മുഖം സമീപം സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പ്രഖ്യാപനം മാത്രമല്ല, പ്രാവർത്തികമായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു സമീപനമാണ് നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലയിലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം ഒരു 4
4.5 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ ചാഴൂർ പഞ്ചായത്തിൽ ഒരുവിധം കാര്യങ്ങൾ, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള പലരുടെ ചില ആഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ചെയ്തു തീർക്കും എന്നൊരു ഉറപ്പാണ് ഇവിടെ എത്തിച്ചേർന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപയോളം ഉപയോഗിച്ചാണ് LED ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ 30 LED ലൈറ്റിംഗ് സിസ്റ്റമാണ് സ്ഥാപിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, വാർഡ് അംഗം രമ്യ ഗോപിനാഥ്, മുൻ പഞ്ചായത്ത് അംഗം EC രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കല്ലൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് അപകടം. പാലക്കപ്പറമ്പ് പാറക്കടവ് കനാലിന് സമീപമാണ് പിക്കപ്പ് മറിഞ്ഞത്. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ വീട്ടുമതിൽ തകർന്നു. കർണാടകയിൽ നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിടുകയായിരുന്നു. വർഗീസിന്റെ വീട്ടുമതിൽ ഇടിച്ചാണ് വാൻ മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ മതിൽ ഭാഗികമായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 2ാം തവണയാണ് അപകടത്തിൽ വർഗീസിന്റെ വീട്ടുമതിൽ തകരുന്നത്. തൃശൂർ ജില്ലാ ഈഴവ സഭയുടെ 17ാം വിദ്യാഭ്യാസ അവാർഡ് ദാന സമ്മേളനം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ഈഴവ സഭ പ്രസിഡന്റ് TK ഷൺമുഖന്റെ അധ്യക്ഷതയിൽ ശ്രീനാരായണ ഗുരു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. SSLC +2 ക്ലാസുകളിൽ ഫുൾ A+ ലഭിച്ച സഭാ മെമ്പർമാരുടെ മക്കൾക്ക് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ ക്യാഷ് അവാർഡുകൾ നൽകി ആദരിച്ചു. തലക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചികിത്സയ്ക്ക് വേണ്ടി ലോഹിതാക്ഷൻ, പട്ടാലി ഉഷ എന്നിവർക്ക് സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. തുടർന്ന് സഭയിൽ പുതുതായി അംഗത്വമെടുത്ത 20 പേർക്ക് സഭാ പ്രസിഡന്റ് K ഷൺമുഖൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് സീസർ അറക്കൽ, സന്തോഷ് മാടക്കാവിൽ, ജയപ്രകാശ് മാമ്പുള്ളി, CG രവീന്ദ്രൻ, PA രമണൻ, NK ലോഹിതാക്ഷൻ, TG ധർമ്മരത്നം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ മക്കളായ നിങ്ങളോട് പറയേണ്ടത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ച് മിടുക്കരാവുക. ഏത് വിഷയം എടുത്ത് പഠിച്ചാലും അതിലെ ഏറ്റവും മുൻപന്തിയിൽ, ഏറ്റവും 1ാം റാങ്കിൽ അല്ലെങ്കിൽ അത്രയും ഹൈ മാർക്കിൽ എത്താൻ കഴിയുക. നമ്മുടെ കഴിവിൻ്റെ പരമാവധി പഠനത്തിനായിട്ട് വിനിയോഗിക്കുക. നിങ്ങൾക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഈ ഈഴവ സഭ നിങ്ങൾക്ക് അവാർഡ് തരുന്നത്. അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഇനി ഉയർന്ന പഠന മേഖലകളിലും ഡിഗ്രിക്കും ബിരുദാനന്തര ബിരുദത്തിലും ഗവേഷണത്തിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ വീട്ടിലെയും നമ്മുടെ സമൂഹത്തിൻ്റെയും നാട്ടികയുടെയും തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയൊക്കെ അവസ്ഥകളിൽ നിങ്ങളാൽ ആകുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നൽകി നല്ല രീതിയിൽ എത്താൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഗുരുദേവന്റെ നാമത്തിൽ പറഞ്ഞുകൊള്ളുന്നു. വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധതരം കൃഷി ആരംഭിച്ച് പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MB സജീവൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറൈൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ രാമൻ നമ്പൂതിരി, ഹരിദാസൻ ചെമ്മാപ്പള്ളി, ദേവകി അന്തർജനം, ഭദ്ര എന്നിവർ പ്രസംഗിച്ചു. വിവിധ മുളക്, വാഴ, കൊള്ളി, കുറ്റിപ്പയർ, ഇളവൻ, മത്തൻ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. പുന്നപ്പള്ളി മനവക സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ചെട്ടുമല്ലി നൽകുകയും ചെയ്തിരുന്നു. ഈ വർഷം അത് മാറ്റി വിവിധ തരം മുളകുകളും ഞാലിപ്പൂവനും അതുപോലെ കൊള്ളിയും വെച്ചുകൊണ്ട് നെഹ്റു സ്റ്റഡി സെൻറ്ററിൻ്റെ ഈ കാർഷിക പ്രവൃത്തിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം കഴിമ്പ്രം ഹൈസ്കൂൾ വിദ്യാർത്ഥി കൂട്ടായ്മ നൊസ്റ്റാൾജിയ ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാറിന് സ്നേഹാദരവ് നൽകി. കഴിമ്പ്രം VPM SNDP HSS ഹൈസ്കൂളിലെ 1987-88 ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയായ നൊസ്റ്റാൾജിയുടെ 8ാം വാർഷികത്തിന്റെ ഭാഗമായി ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാറിന് ആദരവ് നൽകി. തുടർന്ന് അദ്ദേഹം ആരോഗ്യ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. സന്തോഷ് K ശ്രീധരൻ വൈദ്യർ, ബിജോയ് ഭഗവതി പറമ്പിൽ, NP പ്രജോത്, ബിന്ദു മുരളി, സജ്ജന എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച വാർഷിക പൊതുയോഗത്തിന് ജനറൽ സെക്രട്ടറി ബിന്ദു മുരളി സ്വാഗതം പറഞ്ഞു. ഉപദേശക സമിതി ചെയർമാൻ ബിജു വിജയ് നൊസ്റ്റാൾജിയ കൂട്ടായ്മയെ സംബന്ധിച്ച് ആമുഖ പ്രഭാഷണം നടത്തി. യോഗത്തിൽ ND വേണു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് SSLC +2 വിജയികളായ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും നൊസ്റ്റാൾജിയുടെ മുൻ ഉപദേശക സമിതി അംഗമായിരുന്ന കൃഷ്ണകുമാറിന്റെ സ്മരണാർത്ഥം ഉന്നത വിജയം നേടിയവർക്കുള്ള എൻഡോമെന്റ് വിതരണവും നടത്തി. ട്രഷറർ റോബിൾ ലാൽ നന്ദി പറഞ്ഞു. 15 വയസ്സുള്ള ഒരു കുട്ടി അറ്റാക്ക് വന്ന് മരിക്കുക. അപ്പോൾ അത് നമ്മുടെ
നമ്മുടെ മേഖല അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല അതല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യം എവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മതിലകം വില്ലേജ് സമ്മേളനം നടത്തി. തൃപ്പേക്കുളം സംസ്കാര നിലയത്തിൽ നടന്ന സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് ഹസീന റഷീദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിന്ദു സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ഷീജ ബാബു, പ്രസിഡന്റ് മിനി ഷാജി, ട്രഷറർ CK ഗിരിജ എന്നിവർ സംസാരിച്ചു. 23 അംഗ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. സെക്രട്ടറി ബിന്ദു സന്തോഷ്, പ്രസിഡന്റ് ജിജ അസീസ്, ട്രഷറർ സുമതി സുന്ദരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഛത്തീസ്ഗഡിലാണ് ആ പാവപ്പെട്ട സ്ത്രീകൾ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാൻ തയ്യാറായ കന്യാസ്ത്രീമാരെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ട്. ഈ കേരളമായ കാരണം നമ്മൾ ദുർഗാവാഹിനിക്കാര് തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം പ്രകടനം നടത്തി, ഇങ്ങനെ പ്രകടനം നടത്തി. അത് പ്രകടനം നടത്തിയത് ഓർമ്മ കേരളമാണ്. അത് സമ്മതിക്കില്ല എന്നുള്ള പറയാനുള്ള ചങ്കൂറ്റമുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ബജരംഗദളിലെ സ്ത്രീ വന്ന് പോലീസ് സ്റ്റേഷനിൽ ആരാണ് എഫ്ഐആർ തയ്യാറാക്കുന്നത്, ആരാണ് ചോദ്യം ചെയ്യുന്നത്? ഈ ബജരംഗദളിലെ സ്ത്രീയും വേറെ അല്ല, ബജരംഗദളിലെ പുരുഷന്മാരും മറ്റേ തീവ്രവാദ സ്വഭാവമുള്ള സ്ത്രീകളും ദുർഗാവാഹിനി അവരും വന്നിട്ട് ചോദ്യം ചെയ്യുന്നത്. എഴുത്തുകാരൻ ഹുസൈൻ മുഹമ്മദിന്റെ 3ാമത് പുസ്തകം ശിരോലിഖിതം പ്രകാശനം ചെയ്തു. ചാമക്കാല സംസ്കാര കൂട്ടായ്മ ചാമക്കാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ആമുഖ പ്രഭാഷണം നടത്തി. എഴുത്തുകാരി ഡോക്ടർ സ്മിത മേനോൻ മുല്ലശ്ശേരി പുസ്തക പരിചയം നടത്തി. RI സക്രിയ, ES സലീം, ഉസൈർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മഹഫിൽ അരങ്ങേറി. നിഴൽ ചിത്രങ്ങളാകും മുമ്പേ എന്നതായിരുന്നു 33 വർഷത്തെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അന്നത്തെ ഓർമ്മകളുടെ പല പല ചിന്തകൾ കോറിയിട്ടതാണ് നിഴൽ ചിത്രങ്ങളാകും മുമ്പേ എന്ന പുസ്തകം. 2ാമത്തെ പുസ്തകം അകലെ, ഓഗസ്റ്റ് ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. എൻ്റെ യാത്രയുടെ ഓർമ്മകളും കുറേ ജനങ്ങളുടെ സ്വാതന്ത്ര്യ ചിന്തകളും അഭയാർത്ഥികളുടെ ദുരിതങ്ങളുമൊക്കെ പ്രമേയമാക്കി അതെൻ്റെ മനസ്സിനെ വല്ലാതെ വിമിഷ്ടപ്പെടുത്തിയപ്പോൾ അതൊരു നോവലായി രൂപപ്പെട്ടതാണ്. അതാണ് അകലയുടെ പിറവി. വളരെ പരിഭ്രമത്തോടു കൂടിയും സങ്കോചത്തോടു കൂടിയാണ് അകലെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ വെച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇപ്പോൾ അകലയെക്കുറിച്ച് ഓർത്ത് എനിക്ക് കുറച്ചൊക്കെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം 38ാമത് വ്യാസ അവാർഡ് ആ പുസ്തകത്തിനായിരുന്നു. അതുപോലെ തന്നെ ഹബീബ് ഒരപ്പാട് സ്മൃതി പുരസ്കാരവും ആ പുസ്തകത്തിനായിരുന്നു. ഞാനെന്ന വ്യക്തിയെ മറ്റുള്ളവർ അറിയാൻ തുടങ്ങിയതും അകലെ എന്ന പുസ്തകത്തിലൂടെയായിരുന്നു. പിന്നീടാണ് രാഷ്ട്രീയ സാമൂഹിക ചിന്തകൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. അങ്ങനെയാണ് ശിരോലിഖിതം രൂപപ്പെടുന്നത്. ശിരോലിഖിതം ഒരുപാട് പേരുടെ തലയിലെഴുത്താണ്. ഒരുപാട് പേരുടെ, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലരും, ഇവിടെ വരാത്ത പലരും, അവരുടെയൊക്കെ ജീവിത ചിന്തകളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ക്യാപ്സൂളുകൾ ഒരുമിച്ച് വെച്ചാണ് ഞാൻ ആ കൃതി രൂപപ്പെടുത്തിയത്. അതും നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അഖില കേരള ധീവരസഭ ചന്ദ്രാപിന്നിക്കര യോഗം പൊതുയോഗവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവും നൽകി. ചാമക്കാല ഹൈസ്കൂളിൽ നടന്ന പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മാനവിക വികസന സമിതി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷ്വാജു തലാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന കൺവീനർ മണി കാവുങ്ങൽ, ജില്ലാ പ്രസിഡന്റ് KV തമ്പി, മഹിളാ സഭ സംസ്ഥാന സെക്രട്ടറി ഷീല ശാന്തകുമാർ, IB വേണുഗോപാലൻ, AG ബാസൻ, ഗോപാലകൃഷ്ണൻ കൊച്ചിക്കാട്ട്, KV ഹരിദാസൻ, AD തമ്പി, KA സുബ്രഹ്മണ്യൻ, ബേബി ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളുടെ ധീവരസഭ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒരു സാധനമല്ല. അപ്പോൾ ധീവരസഭയുടെ ചരിത്രം ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം. നമ്മളിങ്ങനെ കൂടുകയും
തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ചരിത്രം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ആരായിരുന്നു? ഞാൻ ജനിച്ചപ്പോൾ നമ്പൂരിയായിട്ടൊന്നും ജനിച്ച ആളല്ല. എൻ്റെ അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു, അമ്മയും മത്സ്യത്തൊഴിലാളിയായിരുന്നു. മത്സ്യം വിപണനം ചെയ്യുന്ന ഒരു വനിതയായിരുന്നു എൻ്റെ അമ്മ. 1960കളിൽ 1969 ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. ആ കാലഘട്ടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ബുദ്ധിമുട്ടെന്താണ് എന്ന് അന്ന് ജീവിച്ചിരുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന ഇത്തിരി പ്രായം ചെന്നവർക്ക് മനസ്സിലാവും. 69, 68, 67 ആ കാലഘട്ടങ്ങളിൽ ഉദാഹരണത്തിന് ചെമ്മീൻ സിനിമ പിടിച്ചത് നിങ്ങളുടെ ഈ പ്രദേശത്താണ്. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയും സ്റ്റേഷൻ റൌഡിയുമായ ഗോകുലിനെ എറണാകുളം പുത്തൻവേലിക്കലയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചക്കാട്ടിക്കുന്ന് ഷാപ്പിന് മുൻവശം റോഡിൽ വെച്ച് 2024 മാർച്ച് 17 വൈകിട്ട് 7:30 പുത്തൻവേലിക്കര സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ ജെഫ്രിൻ 30 വയസ്സ് എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് മാള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ എറണാകുളം ജില്ല പുത്തൻവേലിക്കര സ്വദേശി ചെമ്പിശ്ശേരി വീട്ടിൽ 30 വയസ്സുള്ള ഗോകുൽ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പുത്തൻവേലിക്കരയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതി ഹാജരാക്കും. കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം കോടതിയിൽ നിന്നും ജാമ്യം വാങ്ങി വിചാരണ നടപടികൾ സഹകരിക്കാതെ ഒളിവിൽ പോയതിനെ തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി കോടതി പിടികിട്ടാപ്പുള്ളി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഈ വാറന്റ് പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പുത്തൻവേലിക്കര പോലീസ് സ്റ്റേഷനിലെ റൌഡിയായ ഗോകുൽ പുത്തൻവേലിക്കര, കുന്നത്തിനാട്, മാള പോലീസ് സ്റ്റേഷൻ പരിധികളിലെ 2 വധശ്രമ കേസിലും 2 അടിപിടി കേസിലും അടക്കം 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇയാൾക്കെതിരെ 2025 ഫെബ്രുവരിയിൽ കാപ്പ പ്രകാരം നാടുകടത്തലിന് വിധേയനാക്കിയിട്ടുണ്ട്. മാളയിൽ സൈബർ തട്ടിപ്പിലൂടെ 4.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മാള കൂഴൂർ സ്വദേശിയായ യുവതിയുടെ ടെലഗ്രാം അക്കൗണ്ടിലേക്ക് പാർട്ട് ടൈം ജോബായി സ്കൈ സ്കാനർ എന്ന ഓൺലൈൻ ഫ്ലൈറ്റ് ബുക്കിംഗ് പോർട്ടലിലൂടെ ബുക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ച് കമ്മീഷൻ നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 2023 ഒക്ടോബർ 6 മുതൽ 16 വരെയുള്ള തീയതികളിലായി പ്രതിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടിലേക്ക് 4,48,336 രൂപ തട്ടിയെടുത്തതിന് മാള പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടക്കത്തിൽ പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും കിട്ടാത്തതിനാൽ ഈ കേസിലെ പ്രതിയെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരാതിക്കാരിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്നും 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങിയിരുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമ തമിഴ്നാട് സ്വദേശിയാണെന്ന് കണ്ടെത്തുകയും ഇയാളെ കണ്ടെത്തി പിടികൂടുന്നതിനായി അന്വേഷണ സംഘത്തെ തമിഴ്നാട്ടിലേക്ക് അയക്കുകയുമായിരുന്നു. അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ ചെന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ തമിഴ്നാട് തിരുപ്പൂർ ജില്ല ചെട്ടിപ്പാളയം സ്വദേശി 36 വയസ്സുള്ള മുഹമ്മദ് സമീർ എന്നയാളെ ആഗസ്റ്റ് 22 രാത്രിയിൽ തമിഴ്നാട് തിരുപ്പൂരിൽ നിന്നും പിടികൂടുകയായിരുന്നു. തുടർന്ന് മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാൾ 7 മൊബൈൽ ഫോൺ നമ്പറുകളും 3 ബാങ്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ചു വരുന്നുണ്ട്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. 1.5 കിലോളം വരുന്ന കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ച് തൃശൂർ റൂറൽ പോലീസ്. സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട് ഭാഗമായി തൃശൂർ റൂറൽ പോലീസ് ജില്ലാ പരിധിയിൽ ഉള്ള പോലീസ് സ്റ്റേഷനുകളിലെ വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത 144,174 കിലോ കഞ്ചാവ് കഴിഞ്ഞ ശനിയാഴ്ച പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ടെയിൽ ഫാക്ടറിയിൽ വെച്ച് കത്തിച്ച് നശിപ്പിച്ചു. തൃശൂർ റൂറൽ പോലീസ് ജില്ലാ മേധാവി ബി കൃഷ്ണകുമാർ IPS ചെയർമാനായ ഡിസ്ട്രിക്ട് ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ ഉത്തരവ് പ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. കുന്നംകുളത്ത് മധ്യവയസ്കനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. 1/10/2019 കേസിനാസ്പദമായ സംഭവം നടന്നത്. പോർക്കുളം സ്വദേശിയായ ബിനോയ് എന്നയാളെ വീടിന്റെ മുന്നിൽ വെച്ച് മുൻവിരോധം വെച്ച് പ്രതികൾ മധ്യവയസ്കനെ ഇരുമ്പോടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതര പരിക്കു പറ്റിയിരുന്നു. പരിക്കിനെ തുടർന്ന് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ബിനോയ്ക്ക് ജോലി ചെയ്യാൻ സാധിക്കാതെ വരികയും പിന്നീട് കോടതിയിലെ വിചാരണ നടപടികൾക്ക് മുമ്പ് തന്നെ ബിനോയ് മറ്റ് അസുഖങ്ങൾ മൂലം മരണപ്പെട്ടിരുന്നു. ദൃക്സാക്ഷിമൊഴികളുടെയും അന്വേഷണ മികവിന്റെയും മറ്റു ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി പ്രതിയെ ശിക്ഷിച്ചത്. ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 1-ാം പ്രതി കുന്നംകുളം തെക്കേങ്ങാടി പഴുന്നാനം വീട്ടിൽ ജെറീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെക്ഷൻ കോടതി വിവിധ വകുപ്പുകളിൽ 7 വർഷം കഠിന തടവിനും 5,000 രൂപ പിഴയടയ്ക്കാനും പിഴ അടച്ചില്ലെങ്കിൽ 1 മാസം കഠിന തടവിനും ശിക്ഷ വിധിച്ചത്. കേസിലെ മറ്റു പ്രതികളായ കുന്നംകുളം മേലങ്ങാടി കൊള്ളന്നൂർ വീട്ടിൽ സ്റ്റിൻസൺ, കുന്നംകുളം കക്കാടി കാക്കശ്ശേരി വീട്ടിൽ ബെൻലി സെബാസ്റ്റ്യൻ എന്നിവർ വിചാരണ നേരിടാതെ ഒളിവിലാണ്.
തൃശൂർ വെങ്കിടങ്ങിൽ ബാലികയ്ക്കെതിരെ ലൈംഗിക പീഡനം. 19കാരന് 38 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. 2023 വർഷത്തിലാണ് കേസിന് അസംബന്ധമായ സംഭവം നടന്നത്. പല ദിവസങ്ങളിലായി പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 13 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പലതവണ ലൈംഗിക പീഡനം നടത്തിയ കേസിലെ പ്രതിയായ വെങ്കിടങ്ങ് പാടൂർ സ്വദേശിയായ ഇടിയഞ്ചിറ ദേശത്ത് വെട്ടേക്കാട്ട് വീട്ടിൽ 19 വയസ്സുള്ള നവീൻ കൃഷ്ണനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി 38 വർഷം കഠിന തടവും 96,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 19 മാസവും 5 ദിവസവും കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴ അടയ്ക്കുന്ന പക്ഷം പിഴത്തുകയിൽ നിന്നും 50,000 രൂപ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവിട്ടു. പാലപ്പള്ളി കുണ്ടായിയിൽ വീണ്ടും പുലി ഇറങ്ങി, പശുക്കുട്ടിയെ കൊന്നു. പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളായ കൊല്ലേരി അഷ്റഫിന്റെ പശുക്കുട്ടിയാണ് ചത്തത്. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലായിരുന്നു. പശുക്കളുടെ കരച്ചിൽ കേട്ട് എത്തിയപ്പോഴേക്കും പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയതായി വീട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് പ്രദേശത്ത് പുലി ഇറങ്ങുന്നത്. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും 2 ദിവസം മുമ്പ് ചിമ്മിനി ഡാം റോഡിൽ ചീനിക്കുന്നത്ത് ഭാഗത്ത് പുലി ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ നിരന്തരം പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. ദേശീയപാത 66-ൽ മേൽപ്പാലം സ്ലാബ് അപ്രോച്ച് റോഡിലേക്ക് നിലംപതിച്ചു. ഒഴിവായത് വൻ അപകടം. ക്ഷുദ്രജീവികളായ 2 കാട്ടുപന്നികളെ സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം വെടിവെച്ചു കൊന്ന് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ ചെറിയ കനാൽ കമാൻഡോ മുഖം സമീപം സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.